ഇത് 18/6/2025 സംഭവിച്ചൊരു കാര്യമാണ്. ഇത് മോൾ ഓഫ് ട്രാവൻകൂറാണ്. വൈകുന്നേരം 7 മണി അല്ലെങ്കിൽ 8 മണി ഇതിനോടനുബന്ധിച്ചൊരു സമയമായിരുന്നു. ഞാനും ബ്രയാനും ഒരു മീറ്റിങ്ങിനായിട്ട് ഇവിടെ പോയതായിരുന്നു. ഇവിടെ പോയപ്പോൾ ചെറിയൊരു പ്രശ്നം ശ്രദ്ധിച്ചു. കാരണം ഞങ്ങളിരുന്ന സ്ഥലത്ത് ഭയങ്കര ഒരു രൂക്ഷമായ സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ അവിടെ ഇവിടെ എല്ലാം ശ്രദ്ധിച്ചു. ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് എന്താണെന്ന് പിടികിട്ടുന്നില്ല. പെട്ടെന്ന് നമ്മുടെ തൊട്ടു ബാക്കിൽ ഒരു വേസ്റ്റ് ബോക്സ്, അതായത് ഫുഡ് വേസ്റ്റും എല്ലാം ഇടുന്നൊരു വേസ്റ്റ് ബോക്സ്, ഇത് തുറന്നു വെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയൊരു സംഗതി തുറന്നു വെച്ചിരിക്കുന്നത് ഒട്ടും ഹൈജീനിക് അല്ല. രണ്ടാമത്തെ കാര്യം, ഇത് AC ഉള്ളൊരു എൻവയോൺമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു മോളാണ്. ഈ മോളിൽ നമ്മളൊരു മിനിമം സ്റ്റാൻഡേർഡ്സ്, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് എക്സ്പെക്റ്റ് ചെയ്യും. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിനോട് പറഞ്ഞിട്ടും ഇവരിത് അടച്ചു വയ്ക്കാനുള്ള യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അത് അടച്ചു വയ്ക്കാനുള്ള ഓപ്ഷനും നമ്മൾ നോക്കിയിട്ട് കണ്ടതുമില്ല. ഇതൊരു വലിയൊരു വീഴ്ചയല്ലേ? ഇത്രയും പേര് വരുന്ന, ഇത്രയും കാശ് സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമല്ലേ? അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് പെരുമാറണ്ടേ? അപ്പോൾ ഇത് മാനേജ്മെൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇടുന്നത്. ഒരു കാര്യം നമ്മളവിടെ ശ്രദ്ധിച്ചു, അവിടെ ആൾക്കാരുടെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത്. ചിലപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം. നമ്മുടെ ലുലു എപ്പോഴും ഒരുപടി മുന്നിൽ നിൽക്കുന്ന എന്തുകൊണ്ടെന്നല്ലേ? ഈ ഒരു സർവീസിൻ്റെ കാര്യത്തിലാണ്. ഈ ഒരു ക്ലീൻനെസ്, അവർ എടുക്കുന്ന മൈന്യൂട്ട് ഡീറ്റെയിലിങ്. ഇത് വലുതാണോ ചെറുതാണോ എന്നൊന്നുമല്ല. ഇപ്പോൾ ചെറുതാണെങ്കിലും നമുക്ക് ഈ മോളിൽ നല്ല മികച്ച സർവീസ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എമ്മോട്ടേക്ക് വളരാൻ തന്നെ സാധിക്കും. പക്ഷേ ഇതേപോലുള്ള മൈന്യൂട്ട് കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവർ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ കീപ് വാച്ചിങ് പ്രസ് കേരള.